ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, വിഷു സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പാവയ്ക്ക പച്ചടി. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പാവയ്ക്ക പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 തരത്തിലുള്ള കൈപ്പക്ക എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി വട്ടത്തിൽ നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കയ്പും മറ്റും പോയി കിട്ടാൻ നമുക്ക് ഉപ്പ് ചേർത്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അരിഞ്ഞെടുത്ത ഉപ്പ് ചേർത്ത പാവയ്ക്ക നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞു മാറ്റിയതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ എത്രത്തോളം വെള്ളം ഊറി വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് പാവയ്ക്ക നന്നായി പിഴിഞ്ഞ് അതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നേരിയതായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്, എന്നാലേ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂ. ഇത് ഫ്രൈ ചെയ്യുന്നതിന് ഏകദേശം ഒരു 10-15 മിനിറ്റോളം എടുക്കും ഫ്രൈ ചെയ്ത് വരാൻ. ഇതിങ്ങനെ തന്നെ പച്ചടി ഉണ്ടാക്കിയാണെങ്കിൽ ഇതിൻ്റെ കയ്പ്പ് രസം മാറില്ല. അതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് 10-15 മിനിറ്റോളം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ വേണമെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ 2 പച്ചമുളകും കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. നമുക്ക് 2 പച്ചമുളക് പോരാ, 2ഉം കൂടി ആഡ് ചെയ്യണം. അത് നമുക്ക് അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊരു ചുമന്ന നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കൈപ്പക്ക ഫ്രൈ ചെയ്ത് ശരിയായി റെഡിയായി വരുന്നുണ്ട്. കുറച്ചുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സദ്യക്ക് കുട്ടികളൊക്കെ പാവയ്ക്ക പച്ചടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കയ്പ്പ് രസം വിചാരിച്ച് ഒഴിവാക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ കയ്പ്പ് രസം മിക്കവാറും നമുക്ക് ഫീൽ ചെയ്യാറില്ല. ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കടുക് എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് നാളികേരം ചിരകിയെടുത്തിട്ടുണ്ട്. തൈര്, 2 പച്ചമുളക്, 2 ഉണക്കമുളക്. നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ 1 കപ്പാണ്. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുത്തു. ആവശ്യമെങ്കിൽ 1/2 ടീസ്പൂൺ ജീരകം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ വറുത്ത് വെച്ച കൈപ്പക്ക ഇപ്പോൾ തണുത്തിട്ടുണ്ട്. തൈര് കട്ട തൈരാണെങ്കിൽ ഒന്ന് ഇളക്കി ഉടച്ചു കൊടുക്കണം. അധികം വെള്ളാവാനും പാടില്ല, ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിൽ കേടാകാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. വറുത്ത പാവയ്ക്ക ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 1 കപ്പ് തൈരാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, തിളക്കാനൊന്നും അനുവദിക്കണ്ട. ഇപ്പം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തിളക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം നമ്മുടെ കൈപ്പക്ക പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പാവക്കയും ആഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീയിൽ നിന്ന് മാറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്.
ഉപ്പ് നോക്കി ഇടക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക പച്ചടി, സദ്യ സ്പെഷ്യൽ പാവയ്ക്ക പച്ചടി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വറുത്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ കടുകിട്ട് കൊടുത്തു. 2 ഉണക്കമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവരും. മിക്കവാറും ആൾക്കാർക്ക് അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. എന്നാലും ട്രൈ ചെയ്യണം. ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.